മെന്റലിസ്റ്റ് എന്ന് വെച്ചാൽ അവര് ഇത് കുറച്ച് കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്യും. നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ പറയും, നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. പുള്ളി ഉറങ്ങിയതാണോ? എന്റെ കയ്യിലേക്കൊന്ന് ശ്രദ്ധിക്കുക. 1 2 3 4. കൈകളിലേക്ക് എത്തിച്ച് ഒന്ന് സാറേ, ഇത് നേരത്തെ തെറ്റി നീ കസേരയോടെ പുള്ളി അങ്ങ് ബാക്കിൽ പോയത് സാർ, പിടിച്ചില്ലേ? തല ബാക്കിൽ അടിച്ചിട്ടേ. ശ്രീബിൻ ഇപ്പൊ എന്താണ് തോന്നുന്നത്? ശ്രീബിൻ ഉറങ്ങുകയായിരുന്നു. അത് പെട്ടെന്നൊരു വൈബ്രേഷൻ എൻ്റെ അടുത്തേക്ക് ഹിറ്റായി. പെട്ടെന്ന് എൻ്റെ ബോധം ഒരു അബോധാവസ്ഥ, പക്ഷേ ഞാനെല്ലാം അറിയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷേ പെട്ടെന്നൊരു അബോധാവസ്ഥയിലേക്ക് ഞാൻ. എനിക്ക് പെട്ടെന്ന് തോന്നിച്ചപ്പം മനഃപൂർവ്വമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഹാലൂസിനേഷൻ അല്ല ഒരു എനർജിനെ ഹിറ്റ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഇത് തന്നെയല്ലേ സാർ മെന്റലിസത്തിൽ അവർ ചെയ്യുന്നത്? അതെ. അപ്പോൾ അവർക്ക് എന്താണ് ഈ എനർജി? അതായത് ഒരാളുടെ രോഗങ്ങൾ, ഒരാളുടെ മൈൻഡ് സെറ്റ് ചെയ്യാൻ, മൈൻഡ് ബോഡി സോൾ പ്യൂരിഫിക്കേഷൻ. ഒരാളെ സ്പർശിക്കാതെ അയാൾക്ക് സ്പർശനം, അതിപ്പോൾ പലരും ഈ മെന്റലിസം ഈ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ഹയർ ഫോമാണ് ഉള്ളത്. ഓ, അങ്ങനെയാണ്. അതാണ്, ഇതിന് പല ഫോംസ് ഉണ്ട്. മെന്റലിസ്റ്റ് എന്ന് വെച്ചാൽ അവര് ഇത് കുറച്ച് കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത്ഭുതങ്ങളാണ് പെടുത്തുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ പറയുന്നു, നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നു. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് ഇത് നമ്മളിൽ തന്നെ അപ്ലൈ ചെയ്ത് നമ്മൾ സക്സസ് ആവുക. ഓ, അല്ലാതെ ഒരു കാണികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത്. മറ്റേ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കൂ, കണ്ണ് മൂടി കെട്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ തൊട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് നിങ്ങളെ തൊടുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത ആളെ ഫീൽ ചെയ്യുന്നു. ഇതെല്ലാം എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വെരി സിമ്പിളാണ്. നിങ്ങൾക്കും ചെയ്യാം. 1 മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് വേണ്ടി ഇതാണോ അയാളുടെ കൈ പൊന്തിക്കുക? അല്ല, അത് നമുക്ക് വേണ്ടതല്ല. നമുക്ക് എൻജോയ് ആണ്, ഒരു എൻജോയ്മെന്റ്. സ്റ്റേജ് ഷോ ആണ്, അത് സ്റ്റേജ് ഷോ ആണ്. നല്ലതാണ്, നമുക്ക് ഒരു റിലാക്സേഷൻ ഒക്കെ നല്ലതാണ്. പക്ഷെ ഇത് ലൈഫിൽ നമുക്ക് പ്രയോജനം, നമുക്ക് ലൈഫില് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? അട്രാക്ഷൻ വേണം, പണം വേണം, നല്ല റിലേഷൻഷിപ്പ് വേണം. ഇതിലെല്ലാം അടങ്ങിയത് ഒരു പാക്കാണിത്. മഹാദേവ ഗണ്ഡം എന്ന് പറയുന്നത്. ഈ അങ്ങനെ ഒരു പ്രാക്ടീസ് ഇവിടെ ഒരുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പൊ ഒരാളെ തൊടാതെ നിങ്ങൾ ഒരാളെ വിളിക്കുകയാണെങ്കിൽ ഉണ്ട്, ഇവിടെ ഒരുപാട് പേരുണ്ട്, ക്യാമറ പിന്നിൽ ആളുണ്ട്, ഞാൻ 3 ടൈപ്സ് ഡെമോ കാണിക്കാം. അതായത് അവരെ നോക്കിക്കൊണ്ട് തന്നെ അവരെ ട്രാൻസിലേക്ക് പോകുന്നത്, പിന്നെ അവരെ ടച്ച് ചെയ്തിട്ട് ട്രാൻസിലേക്ക് പോകുന്നത്, അവരെ ഫുള്ളായിട്ട് ആ ഒരു സ്ലീപ്പിലേക്ക് പോകുന്ന 3 4 എത്ര വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ തൽക്കാലം അവരെ ഉറക്കി കിടത്തി കളയില്ലേ. അപ്പൊ അത് നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്കത് തീർച്ചയായും തന്നെ വിശ്വാസം. ഏതായാലും നമുക്ക് ആ ഒരു ലൈവ് എക്സ്പീരിയൻസ് കൊണ്ട് പ്രാക്ടീസ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളിനെ തന്നെയാണ് കൊണ്ടുവന്ന്. ഇപ്പം നമ്മളോടൊപ്പമുള്ള ശ്രീബിനാണ്. അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. അദ്ദേഹത്തിന് തന്നെ ഒരു പേടിയുണ്ടോ? ഒരു പേടിയില്ലെന്നാണ് പറയുന്നത് സാർ. നമുക്ക് നോക്കാം. ശരിക്കും നിന്നിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരുമിച്ച് ചെയ്യണം. പക്ഷെ വളരെ പവർഫുൾ ആയിട്ട് ഒന്ന് റിലാക്സ്ഡ് ആവുക. എൻ്റെ കയ്യിലേക്ക് നോക്കുക. സാർ, പുള്ളി ഉറങ്ങിയതാണോ? സാർ, അല്ല, ബാക്കിലോട്ട് കഴുത്ത് ഇല്ല, അത് ഓട്ടോമാറ്റിക് ഒരു ട്രാൻസിലേക്ക് ഉറങ്ങിപ്പോകും. പക്ഷെ ബോധം ഉണ്ടാവും. നമ്മൾ പിന്നിലേക്ക് അങ്ങനെ സാർ ഇപ്പം ടച്ച് ചെയ്തില്ല. സാർ ഒന്നുകൂടെ നമുക്ക് വേറൊരു സ്പർശിക്കാതെ തന്നെ, ഞാനപ്പോൾ സ്പർശിച്ചാണ് ആദ്യം ചെയ്തത്. ഇതിൽ തന്നെ വേറൊരു ടൈപ്പ് നമുക്ക് ചെയ്യാം. സ്പർശിക്കാതെയും ചെയ്യാം, സ്പർശിച്ചിട്ട് ചെയ്യാം. ഒരു പല രീതിയിൽ ചെയ്യാം. സാധാരണ നമ്മൾ ഏതെങ്കിലും ഈ പോയിന്റിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് മർമ്മ പോയിന്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബോധം പോകും. ഇതിപ്പോൾ ഒന്നും സ്പർശിക്കാതെ ചെയ്യാം. സ്പർശിക്കാതെ തന്നെ ചെയ്യാം. എൻ്റെ കയ്യിലേക്കൊന്ന് ശ്രദ്ധിക്കാം. 1 2 3 4. സ്ലീപ്പിലേക്ക് പോകും. അത്രേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും നമ്മുടെ തോട്ട് കൊണ്ടാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. സ്ലീപ്പിലേക്ക് പോകും. ഓട്ടോമാറ്റിക്. നമ്മൾ തൊട്ടാലും അനങ്ങും. തൊട്ട് നമ്മൾ എണീപ്പിക്കണം. അല്ല, ഇത് പെട്ടെന്നാണല്ലോ ഇങ്ങനെ. അല്ല, അതാണ് മഹാദേവ ഗണ്ഡം. ഹൈ ഇതാണ് ഹിപ്നോട്ടിസത്തിന്റെ. നമ്മൾ വാക്കില്ലാതെ തന്നെ വിത്തൗട്ട് എനി ഇതിന് തോട്ട്സിൽ
ഒരാളുടെ മൈൻഡിനെ നമുക്ക് ചിന്ത കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ മറ്റ് അറിയാൻ പറ്റും, ഉറങ്ങുന്നത് അവർക്ക് അറിയാൻ പറ്റും, ഞാനിപ്പോൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ബോധം ഉള്ളിൽ ഉള്ളിൽ ബോധം. പക്ഷേ സാർ ഇത് ഇപ്പൊ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ മെന്റലിസത്തിൽ ചെയ്യുന്ന ഈ ടെക്നിക്സ് ആണ്. അവര് അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇതിന്റെ ഹയർ ഫോമാണ്, മെന്റലിസത്തിന്റെ ഹയർ ഫോമാണ്, ഇത് ഇപ്പൊ ചെയ്യുന്നത് ഹയർ ഫോമാണ്. മന്ത്ര മാഗ്നറ്റിസം. ഇതിപ്പോ അദ്ദേഹത്തിന്റെ തൊട്ടില്ല തൊടേണ്ട ആവശ്യം. നിങ്ങൾക്ക് തൊടുമ്പോൾ തോന്നിയോ ഒരു ഡെമോ കൂടെ കാണിക്കാൻ പറ്റുമോ? ഞാൻ വീണ്ടും ഞാൻ ക്രിട്ടിസൈസിന് വേണ്ടി ഇരിക്കുന്നതല്ല, എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മഹാദേവ കണ്ടം നമ്മൾ ജസ്റ്റ് നമ്മുടെ എനർജി ഫോമിനെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ച് ഒന്ന് സാറേ ഇതിലേക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. താഴെ പോയനെ. ഓക്കെ സാർ ഇത് എങ്ങനെയാ? അത് പെട്ടെന്ന് പുള്ളി അങ്ങ് വീഴുകയാണല്ലോ. അല്ല, നമ്മളൊരു ഇൻസ്ട്രക്ഷൻ മൈൻഡിൽ ചിന്തിച്ച് കൊടുക്കുകയാണത്. സ്ലീപ്പ് എന്നൊരു ഇൻസ്ട്രക്ഷൻ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, ഏത് കോഡ് വേർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഒന്നും കേട്ടില്ലല്ലോ. കേൾക്കണ്ട, മെന്റലി ആണ് നമ്മൾ കൊടുക്കുന്ന ഒരു ബ്രെയിൻ വേവ്സിലേക്കാണ് കൊടുക്കുന്നത്. ഓട്ടോമാറ്റിക് അത് സംഭവിക്കുമെന്നുള്ളതാണ്. സാറേ മൈക്ക് ഒന്ന് ഊരി കൊടുത്തത്. എനിക്ക് ശ്രീബിൻ എന്താണ് പറ്റിയത്? ശ്രീബിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറിയിരിക്കുകയാണ്. പിടിച്ചാൽ മതി, മൈക്ക് പിടിച്ചാൽ മതി സാർ. ശ്രീബിൻ ഇപ്പം എന്താണ് തോന്നുന്നത്? ശ്രീബിൻ ഉറങ്ങുകയായിരുന്നോ? അത് പെട്ടെന്നൊരു വൈബ്രേഷൻ എൻ്റെ അടുത്തേക്ക് ഹിറ്റായി. പെട്ടെന്ന് എൻ്റെ ബോധം ഒരു അബോധാവസ്ഥ, പക്ഷെ ഞാനെല്ലാം അറിയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷേ പെട്ടെന്നൊരു അബോധാവസ്ഥയിലേക്ക് ഞാൻ പോയതായിട്ട് ഫീൽ ചെയ്തു. 2 തവണ ചെയ്തപ്പോഴും. അല്ല, ആദ്യത്തെ തവണ നിങ്ങൾ ബാക്കിലോട്ട് പോയി. അല്ല, ഇതിപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിച്ചപ്പം മനഃപൂർവ്വമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഹാലൂസിനേഷൻ എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു എനർജി വന്ന് നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഒരു സാധനം വച്ചിട്ട് പോയതാണെന്ന്. അല്ല, ഒരു എനർജിനെ ഹിറ്റ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു വൈബ്രേഷനെ ഹിറ്റ് ചെയ്ത് മൊത്തത്തിൽ ഞാനത് അൺകോൺഷ്യസ് ആയി ബോധമില്ലാത്തൊരു രീതിയിലോട്ട് പോയി. ഇതിന് മുമ്പൊന്നും ഇങ്ങനെയുള്ളൊരു ഇല്ല പോയിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈം അല്ലേ ഇത്? അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സാധ്യത ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ടാണ് ശ്രീവിന് അങ്ങനെ ഒരു, ഇപ്പോൾ എറണാകുളം ബേസ് ചെയ്ത് ജീവിക്കുന്നു, അയാൾ ഒരു IT ഫീൽഡാണ്. സാറേ ഇത് നേരത്തെ തെറ്റി നീ കസേരയോട് പുള്ളി അങ്ങ് ബാക്കിൽ പോയത് സാർ പിടിച്ചില്ലേ? തല ബാക്കിൽ അടിച്ചിട്ടേ. അല്ല, ഇനി പുള്ളിക്കിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലേ? ഓക്കെ അല്ലേ ശ്രീവിനെ? ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ പോലെ ഒരു ഫീൽ ഉണ്ട് അല്ലേ? സാറേ കുറച്ച് തെറ്റി നിന്നെങ്കിൽ അയാൾ ബാക്കിൽ പോയിട്ട് പിറകെ അടിച്ചു. സാർ പിടിച്ചില്ലേ? ഇല്ല, തീർച്ചയായിട്ടും ഞാൻ അടുത്തുണ്ട്, എനിക്കറിയായിരുന്നു ഇതാണ് സംഭവിക്കുക, നമുക്കറിയാം. പക്ഷെ ഞാൻ നോർമലി അവിടെ ഇരുന്ന് ഉറങ്ങുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് ഇങ്ങനെ പോകുന്നു ഞാൻ പറഞ്ഞില്ല. നമ്മള് മൈൻഡ് വിട്ടുപോകും ഓട്ടോമാറ്റിക്. അപ്പോൾ നമ്മൾ ബോധമില്ലാത്ത അവസ്ഥയിൽ എന്താണ്, എവിടേക്ക് വേണമെങ്കിൽ വീഴാം, എങ്ങനെ വേണമെങ്കിൽ വീഴാം. അതാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത്. മനസ്സിലായി. ഏറ്റവും ഒടുവിൽ മുന്നോട്ട് വന്നു. അല്ല, അത് ചിലർ ഓരോ രീതിയിലാണ്. ചിലർ ചിലപ്പോൾ സൈഡിലേക്ക് വീഴാം, ചിലർ ബാക്കിലേക്ക് വീഴാം, ചിലർ ഫ്രണ്ടിലേക്ക് വീഴാം. ഫുള്ള് അവരുടെ കൺട്രോൾ പോവാണ്. കൺട്രോൾ അല്ല, അവർ ഫുള്ളി ബ്ലാങ്ക് ആണ്. അവർ ട്രാൻസിലേക്ക്. സാർ ഇത് തന്നെയല്ലേ സാർ മെന്റലിസത്തിൽ അവർ ചെയ്യുന്നത്? അതെ, ഇത് തന്നെയല്ലേ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവർക്ക് എന്താണ് ഈ എനർജി? അല്ല, അത് നമുക്ക് ഇത് നമ്മൾ പഠിപ്പിക്കുന്നു, ഇതെങ്ങനെ ചെയ്യണം. അതായത് ഒരാളുടെ രോഗങ്ങൾ, ഒരാളുടെ മൈൻഡ് സെറ്റ് ചെയ്യാനും, മൈൻഡ് ബോഡി സോൾ പ്യൂരിഫിക്കേഷനാണ്. എന്തായാലും ക്യാമറയുടെ പുറകെ നിൽക്കാനുള്ളതുകൊണ്ട് തൽക്കാലം ശ്രീവിന് നമസ്കാരം സാർ. എന്തായാലും ശ്രീൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പുള്ളി നല്ലൊരു അങ്ങ് പറഞ്ഞു, ഇത് കഴിയുമ്പോഴത്തേക്കും പുള്ളി ഒരുപാട് നമ്മൾ 8 മണിക്കൂർ ഉറങ്ങി എണീറ്റുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരും, എനർജറ്റിക് ആവും അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് മഹാദേവ ഖണ്ഡം എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയ ഫോമാണ് ഇവിടെ കാണിച്ചു. വളരെ ചെറിയ ഫോം. ഇതിൻ്റെ വിപുലമായ ഒരു കാര്യമുണ്ട്. ഇത് വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ ആയിരിക്കണം അങ്ങയെ സമീപിക്കേണ്ടത്? എനിക്കിത് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എനിക്കിത് പ്രാക്ടീസ് ചെയ്യണം, ഞാൻ അങ്ങേയായിട്ടല്ല. നിങ്ങൾ ആദ്യം നമ്മൾ വരുന്ന ആൾ ആ ഒരു ലക്ഷ്യം, അയാൾക്ക് എന്ത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്, റിലേഷൻഷിപ്പ് എന്താണ് നിങ്ങളുടെ ഇഷ്യൂ, അത് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സമീപിക്കുമ്പോൾ നമ്മൾ അതിനുള്ള സൊല്യൂഷനാണ് ഈ ഖണ്ഡത്തിലൂടെ, മഹാദേവ ഖണ്ഡം. പിന്നെ അതേപോലെ ഇതിൻ്റെ തന്നെ വേറൊരു ഇതുണ്ട്, ഫെമിനിൻ എഫക്റ്റ് ഉണ്ട്, മഹാകാളി ഖണ്ഡം. ഒരുപാട് പ്രോസസ്സുകളുണ്ട്, ഒരുപാട് രീതികളുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പോകണം. എന്തായാലും അതിനെക്കുറിച്ച് പറയാം. നമുക്ക് ഇതിൽ ഈ മഹാദേവ ഖണ്ഡത്തിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഈ പ്രാക്ടീസിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ വെജിറ്റേറിയൻ ആണോ? ഇതിൽ നമ്മൾ വെജും നോണും ഒക്കെ കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ വെജിറ്റേറിയൻ കഴിക്കുന്നവർ അത് കണ്ടിന്യൂ ചെയ്യുക, അല്ല വെജിറ്റേറിയൻ നോൺ കഴിക്കണം എന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് നോൺ കഴിക്കുന്നവർക്ക് അത് കഴിക്കാം, അതൊന്നും നമ്മൾ യാതൊരു ബന്ധവുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അറിയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ തുടങ്ങും, അത്രേ ഉള്ളൂ. അത് സ്വാഭാവികമായി സംഭവിക്കും. അല്ല, ഞാൻ നാളെ പോലെ വ്രതമാണ്, ഒന്നും നിർബന്ധമില്ല. കാരണം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇതൊന്നുമല്ല പ്രശ്നം. നമുക്ക് ആവശ്യം എന്താണോ അതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വെജിറ്റേറിയൻ ആവണം, നോൺ വെജിറ്റേറിയൻ ആവണം, അങ്ങനെ ഇങ്ങനെ ഒരു കണ്ടീഷൻസ് ഇല്ല. നോ കണ്ടീഷൻസ് ഇല്ല.
അതിൽ ഈ വീട്ടിൽ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പീരീഡ് ഇതൊക്കെ വരുമല്ലോ. ഓക്കെ. അപ്പോൾ അതൊക്കെ അതൊക്കെ നോർമലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതൊന്നും അതിലൊന്നും നമ്മൾ ഒന്നിലും അതിൻ്റെ ഒന്നും നമ്മൾ ഒരു എന്താ പറയുക റെസ്ട്രിക്ഷൻസോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി സ്ത്രീകളുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം അല്ലേ, അവരാണ് ഭക്ഷണം ഉണ്ടാക്കി. അതെ. അപ്പോൾ നമുക്ക് അവരെ ഒഴിവാക്കാനോ അല്ലെ അവരെ മാറ്റി നിർത്താനൊന്നും പറ്റില്ല. ഇത് ഉണ്ടാവാം, അത് വിവാദമാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഹൈ സ്പിരിച്വലിലേക്ക് പോകുന്നവർക്ക്, അതായത് അവിടെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അത് ഹൈ സ്പിരിച്വൽ പോകുന്നത്. നമ്മളൊരു ഫാമിലി മാനാണ്, ഫാമിലി ഒരു കുടുംബമായി. അപ്പോൾ അവിടെ നമുക്ക് ഒരിക്കലും വൈഫിനെ തള്ളി പറയാൻ പറ്റില്ല, അമ്മയെ തള്ളി പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറിനെ ഒരു സ്പിരിച്വലിന്റെ പേരിൽ തള്ളി പറയാൻ പറ്റില്ല. എല്ലാം കൂടി ഒരുമിച്ച് എല്ലാവരും ഹാപ്പി ഹെൽത്തി ആയിട്ട് നല്ല ബന്ധത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പോകണം. നമുക്കിപ്പോൾ വേണ്ട എന്താണ്? നന്നായിട്ട് ജീവിക്കുക. അതായത് എല്ലാ സുഖവും സൗകര്യങ്ങളും അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിക്കുക. അതിനുള്ള പ്രാക്ടിക്കൽ സെഷൻസ് ആണ് മഹാദേവഗണ്ഡം. 100% ഗ്യാരണ്ടിയാണ്. ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ഹീലിംഗ് സെഷൻസ് ഒരുപാട് ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് റിസൾട്ട് കൊടുത്താൽ. എന്തായാലും ഈ ഗ്യാരണ്ടി പറയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നുമില്ലാതെ ഈ ഗ്യാരണ്ടി പറയില്ല. തീർച്ചയായും ഞാൻ തന്നെയാണ് അതിൻ്റെ എക്സാമ്പിൾ. ഞാൻ കഷ്ടപ്പെട്ടു അനുഭവിച്ചു ഒരുപാട് പ്രോസസ്സിലൂടെ പോയ ആളാണ്. തീർച്ചയായും സ്പിരിച്വലിൽ. അപ്പോൾ എനിക്കൊരു സക്സസർ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്ന ഒരവസ്ഥ തന്നത് കോൺഫിഡൻസ്.